പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് വലിയൊരു ടാസ്ക് ആണല്ലേ നല്ലൊരു പാരാമെഡിക്കൽ കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ നമുക്കറിയാം. പക്ഷേ ഓരോ വിദ്യാർത്ഥികളും തനിക്ക് ഏറ്റവും ആപ്റ്റായ കോഴ്സ് സെലക്ട് ചെയ്താൽ മാത്രമേ നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവൂ. വാട്ട് ആർ പാരാമെഡിക്കൽ കോഴ്സസ് അവൈലബിൾ? സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്ന ബെസ്റ്റ് കോഴ്സസ് എമംഗ് പാരാമെഡിക്കൽ ഏതാണ്? കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഏതിനാണ്? ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഡൗട്ട്സ്. പാരാമെഡിക്കലിൽ തന്നെ അധികം സ്റ്റുഡൻസും മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുറച്ച് സ്ട്രീമുകളുണ്ട്. നഴ്സിംഗ്, BPT, B.Pharm, MIT, MLT, കാർഡിയാക് കെയർ, പെർഫ്യൂഷൻ ടെക്, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജി, റീനാൽ ഡയാലിസിസ് ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി, എമർജൻസി മെഡിസിൻ എക്സെട്ര. ഇതുപോലെ കുറഞ്ഞ ചെലവിലും ഈസി ആയിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കോഴ്സസ് പാരാമെഡിക്കൽ സ്ട്രീമിൽ വരുന്നുണ്ട്. കേരളത്തിനകത്ത് പൊതുവെ LBS പോലുള്ള സിസ്റ്റം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സസ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും കേരളത്തിന് പുറത്തു പോയി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാനും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനും കോൺടാക്ട് എഡ്യൂക്കേറ്റ് ഇന്റർനാഷണൽ.